Hi friends, welcome back to Amo and Amy Little Sisters YouTube channel. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ ട്രാവലിംഗ് വീഡിയോ ആണ്. നമ്മൾ എവിടെയാ പോണേ നമ്മൾ ഹോക്കി ടിക്കറ്റിൽ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും ചിങ്കി ബേബിയും പറഞ്ഞ പോലെ നമ്മൾ ഹോക്കി ടിക്ക പോവാണ്. നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ട്രിപ്പൊന്നും പോയില്ല. പിന്നെ ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആണല്ലോ. പിന്നെ എൻ്റെ ബർത്ത്ഡേ ഹോക്കി ടിക്കയിലാണ് സെലിബ്രേറ്റ് ചെയ്യണത്. പോണ വേ ഇങ്ങനെ മൗണ്ടൻസിൽ സ്നോ വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പോണ വേ ആണ്. നല്ല ഭംഗിയില്ലേ ഫ്രണ്ട്സ് മൗണ്ടൻസ് കാണാനായിട്ട്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ന്യൂസിലാൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ആണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലൊക്കെ ചെയ്യാനായിട്ട്. ഞാനും ചിങ്കി ബേബി ആണെങ്കിൽ പാട്ടൊക്കെ പാടി ഗെയിംസൊക്കെ കളിച്ച് കുറേ നേരം വിൻഡോയിൽ നിന്ന് നോക്കി ഒക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ അവിടെ പോയിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്. പിന്നെ അവരോട് ചോദിക്കും അവരെവിടെയോ, ലൈക്ക് ഇപ്പോൾ ഹോക്കി ടിക്ക പോകുമ്പോൾ ഹോക്കി ടിക്ക ഗോർജ് വാക്ക് അവിടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ, അതെങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കും. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു, അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു തരുമോ എന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് ഹോക്കി ടിക്ക. അമ്മ പറയായിരുന്നു ചുങ്കി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഹോക്കി ടിക്ക പോയേ. അതിന് മുമ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ചുങ്കി ലക്കി ബേബി, ലക്കി ഹോക്കി ടിക്ക എന്ന് പറയുന്ന പോലെ ലക്കി ബേബി ഹോക്കി ടിക്കയിൽ നമ്മൾ കൊണ്ടുപോയി. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഹോളിഡേ വെക്കേഷനിൽ എവിടെയെങ്കിലും പോയായിരുന്നോ? സ്കൂൾ ഹോളിഡേയ്സ് ഇപ്പോൾ തീരാറായി. അപ്പോൾ നമ്മൾ സ്കൂൾ ഹോളിഡേയ്സ് തീരുന്നതിന് ഒരു 1 week മുമ്പ് ഹോക്കി ടിക്കയിൽ പോയി. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയായിരുന്നു, പോണ വേ ആയിരുന്നു കാസൽ ഹിൽ. ഞാൻ എൻ്റെ പള്ളിയിൽ വരുന്ന ഫ്രണ്ട്സിൻ്റെ അപ്പൂസും ഏഡുവിൻ്റെയും കൂടെ പോയായിരുന്നു പണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്നാണ് കഴിച്ചിട്ട് പോയത്. പോണ വേ കഫേയും ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരെ ഹോക്കി ടിക്കയിലേക്ക് പോയത്. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു, ഫ്രോസൺ ഐറ്റംസ്, പിന്നെ ലേസ്, ചിപ്സ്, കുറേ സ്നാക്സ് മേടിച്ചു. പിന്നെ ഫ്രണ്ട്സ്, ഇത് നോക്ക് ഫ്രണ്ട്സ്, ഇത് എന്ത് രസമല്ലേ കാണാനായിട്ട്. 6-5 മൗണ്ടൻസ് ഒക്കെ ഒരുമിച്ചിരിക്കുകയാണ്. ഫോട്ടോയിൽ വീഡിയോയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് സൂപ്പറായിരുന്നു. നിങ്ങൾ എപ്പോഴേലും ഹോക്കി ടിക്ക പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് നിർത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ. പക്ഷെ നമ്മൾ ജസ്റ്റ് നേരെ ഹോക്കി ടിക്കയിലേക്ക് തന്നെ പോയി, അല്ലെങ്കിൽ പിന്നെ വൈകും. പിന്നെ അമ്മ കുറേ നേരം ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അമ്മ നിർത്ത്, കുറേ നേരമായില്ലോ ഫോട്ടോ എടുക്കണം. അപ്പം പറയാം, ഇതിൻ്റെ ബ്യൂട്ടി എന്തൊരു ഭംഗിയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്ന്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഹോക്കി ടിക്ക പോണ വേ നല്ല മൈൻഡ് റിഫ്രഷിങ് ആണ്. പിന്നെ ഞാൻ ആദ്യം എൻ്റെ ടാബ്ലറ്റൊക്കെ കൊണ്ടുപോയി. പക്ഷേ എനിക്കത് തുറക്കാനായിട്ട് തോന്നിയില്ല. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു അതിൽ നിന്ന്. കാരണം നല്ല എന്താ പറയുക, ഇപ്പം ന്യൂസിലാൻഡിൻ്റെ നേച്ചർ നമുക്ക് ആസ്വദിക്കാനായിട്ട് തോന്നൂലേ, അതുപോലെ ഒരു വേ ആയിരുന്നു. മൗണ്ടൻസ്, ട്രീസ് ഒക്കെ അടിപൊളി വേ ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഈ വഴി പോകുമ്പോൾ ഓട്ടം സീസൺ പോലെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണേ? പിന്നെ
എൻ്റെ ന്യൂസിലാൻഡിൽ അല്ലാത്ത ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അയ്യോ എനിക്ക് ന്യൂസിലാൻഡിലേക്ക് വരാൻ തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ അത് നിങ്ങൾ ഗോഡ് ബ്ലെസ് ചെയ്യണം, ഗോഡ് നിങ്ങൾക്ക് അതിനുള്ള അവസരം തരട്ടെ. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ വെക്കേഷൻ എവിടെയെങ്കിലും പോയ സ്ഥലങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഫ്രണ്ട്സ്, നമ്മൾ പോണ വഴി റെയിൻ ഉണ്ടായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ചുങ്കി ഞാനും കൂടെ റെയിൻ ഗോ അവേ പാട്ടൊക്കെ പാടി ഈ വാട്ടർഫോൾ ആയപ്പോഴത്തേനും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. റെയിൻ ഗോ അവേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫൈനലി ഹോക്കിട്ടിക്ക എത്തി. നമ്മൾ ബുക്ക് ചെയ്ത മോട്ടൽ നമ്മളിപ്പോൾ എത്തി. നമ്മൾ ബുക്ക് ചെയ്ത മോട്ടൽ ഷൈനിങ് സ്റ്റാർ. ഇപ്പം നിങ്ങൾ എപ്പോഴേലും ഹോക്കിട്ടിക്ക വരുമ്പോൾ ഉറപ്പായിട്ടും ഷൈനിങ് സ്റ്റാർ ബുക്ക് ചെയ്യണം. കാരണം ബീച്ച് ആക്സസും ഉണ്ട്. പിന്നെ കിഡ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം കുറച്ച് വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റും ബീച്ചും. അപ്പോൾ കിഡ്സിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ഷൈനിങ് സ്റ്റാറിലെത്തി. അമ്മ പോയി കീ മേടിച്ചു. അപ്പോൾ നമ്മളിത് നമ്മുടെ മോട്ടിൽ കയറാൻ പോവാണ്.
അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് അവരുടെ തന്നെ ഒരു ഫാമിലി ഹൗസാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെയും കൂടെ അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെ ഒക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഷൈനിങ് സ്റ്റാർ ബുക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബുക്ക് ചെയ്തത് ഷൈനിങ് സ്റ്റാറിൻ്റെ തന്നെ ഉള്ള ഫാമിലി റൂമാണ് ബുക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം, 1 ബെഡ്റൂം, പിന്നെ ഡബിൾ കോട്ടും പിന്നെ ഒരു സിംഗിൾ കോട്ടും അപ്പുറത്തും. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം ഏരിയ. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് ലൗഞ്ച് ഏരിയ, ഒരു കിച്ചൺ, ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ, പിന്നെ ഒരു സോഫ, ഒരു TV. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കിഡ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യം ബീച്ച് ആക്സസ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു കുഞ്ഞ് ഒരു ടേബിളും ഒരു കുഞ്ഞ് ചെയർസൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ. പിന്നെ ബീച്ച് ആക്സസ്. റെസ്റ്റ് എടുത്തു. നമ്മൾ കോഫിയും കടല ഫ്രൈ കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്നറിയോ? നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബീച്ച്. അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. ഞാനും ചിങ്കി ഓടുമായിരുന്നു. ഞങ്ങൾ സാൻഡ് കാസിൽസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ബീച്ചിലും കളിക്കാനായിട്ട് വാട്ടർ, നല്ല വേവ്സ് ആയിരുന്നു, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. വേവ്സ് ഇങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ കാലിലേക്ക് കല്ലിങ്ങനെ ഊർന്നു വരും. അപ്പം നമ്മൾ പേടിച്ചു ആദ്യം. പിന്നെ യൂസ്ഡായി. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ ഒരു കുഞ്ഞ് സ്റ്റിക്ക് ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് കുഞ്ഞ് റിനോവേറ്റ് ചെയ്തു. ചുങ്കിയ വലിയ ലോഗോ എടുക്കാനായിട്ട് പോവായിരുന്നു. എന്നിട്ട് കുഞ്ഞിതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കറക്റ്റ് സ്പോട്ടിൽ തന്നെ വെക്കുമായിരുന്നു. അപ്പം ഞാൻ പറയുമായിരുന്നു, ചുങ്കി കറക്റ്റ് സ്പോട്ടിലാണോ വെക്കണേന്ന്. പിന്നെ ഞങ്ങൾ അവിടെ കയറി സാൻഡിൽ കളിച്ചു. ഫൈനലി നമ്മുടെ കുഞ്ഞ് കോസി ലിറ്റിൽ പ്ലേസ് ഉണ്ടാക്കി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ബീച്ചിൽ നിന്ന് വന്നു. നമ്മൾ ഈവനിങ് ആയി. അപ്പോൾ
നമ്മൾ അപ്പോൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ച് ഫുഡ് കഴിക്കാമെന്ന്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്താണ് പോണത്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോൾ ജസ്റ്റ് ടൗണിനൊന്ന് ചുറ്റിക്കറങ്ങി അവിടെ ഒരു പള്ളി കണ്ടു ഫ്രണ്ട്സ്. നല്ല വലിയൊരു പള്ളിയായിരുന്നു. നമ്മൾ അപ്പോൾ പള്ളിയിൽ പോകാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ പള്ളിയിൽ പോയി. എന്നിട്ട് അതൊക്കെ ലോക്കായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെയുള്ള ഒരു താമസിക്കുന്ന ഒരു ആൻറ്റീനോട് ചോദിച്ചു, ഇതെന്താ ലോക്കായി കിടക്കണേന്ന്. അപ്പോൾ ആൻറ്റി പറഞ്ഞു I think it's been like locked for like 10 to 15 years. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം 15 years അത് ലോക്കായി കിടക്കണം. കാരണം എർത്ത് ക്വേക്ക് ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നു. നമ്മളൊരു ഇംഗ്ലീഷ് ഡിന്നറാണ് കഴിക്കുന്നത്, സ്റ്റംപേഴ്സ്. നമ്മൾ സ്റ്റംപേഴ്സിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ റിസപ്ഷനിൽ നമ്മുടെ മോട്ടലിൽ തന്നെ കുഞ്ഞ് കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. മോട്ടലിൽ നിന്ന് തന്നെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് എത്ര ദൂരം, ഓരോ റെസ്റ്റോറൻറ്റ്സ് അവർ സജസ്റ്റ് ചെയ്തു. അതിലൊരെണ്ണമായിരുന്നു സ്റ്റംപേഴ്സ്. അപ്പോൾ പറഞ്ഞു നമുക്ക് സ്റ്റംപേഴ്സിൽ പോവാമെന്ന്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ ഓർത്തു ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അതേ ലാമാസ് ഉണ്ട് ഇവിടെ. പിന്നെ അടുത്ത് തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കിഡ്സ് ഫ്രണ്ട്ലി പ്ലേ ഗ്രൗണ്ട്. നമ്മുടെ ക്രിക്കറ്റ് അത് കഴിഞ്ഞിട്ട് മൂവി ടൈം ആയിരുന്നു. നമ്മൾ മൂവിയൊക്കെ വാച്ച് ചെയ്തു വിത്ത് പോപ്കോൺ. ഈ ലൗഞ്ച് ഏരിയയിൽ തന്നെ എക്സ്ട്രാ ബെഡ് ഉണ്ടായിരുന്നു. അവിടെ അത് നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നാണ് നമ്മൾ മൂവി കണ്ടത്. അപ്പോൾ ഇതാണ് ഹോക്കി ടിക്കറ്റ് ഡേ 1 വീഡിയോ. എനിക്ക് ഡേ 1 ഇഷ്ടമായ പോലെ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഡേ 2ഉം ഡേ 3ഉം ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. Hope you like this video. Stay tuned. Bye.